52 ലക്ഷം രൂപയ്ക്ക് 3 ബെഡ്റൂമിന്റെ ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാനുള്ള അവസരമാണ് മാർബിൾ ഹോംസ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എറണാകുളം ജില്ലയിൽ പള്ളിക്കര പെരിങ്ങാല എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കാണുന്ന വീട് വരുന്നത്. വലിയൊരു വില്ല പ്രൊജക്ട് ആണ്. ഏകദേശം 10-20ഓളം വീടുകൾ വരുന്ന വലിയൊരു വില്ല പ്രൊജക്ടിനകത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. പള്ളിക്കരയിൽ പെരിങ്ങാല ജംഗ്ഷനിൽ നിന്നും 1 കിലോമീറ്റർ ആണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നിറയെ വീടുകളാണ് അടുത്തടുത്തൊക്കെ ആയിട്ട്. ഇവിടേക്കുള്ള വഴി നോക്കുവാണെങ്കിൽ വീതിയുള്ള വഴിയാണ്. ഇന്റർലോക്കിംഗ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. കാക്കനാട് ഭാഗത്ത് ജോലി ചെയ്യുന്നവർക്കൊക്കെ വളരെ ഈസിയാണ്. കാരണം കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 4.9 കിലോമീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിൽ നിന്നുള്ള ദൂരം വരുന്നത്. കളക്ട്രേറ്റിലേക്ക് 9 കിലോമീറ്റർ, ഇടപ്പള്ളി ഭാഗത്തേക്കാണെങ്കിൽ 15 കിലോമീറ്റർ, ആലുവ സൈഡിലേക്ക് നിങ്ങൾക്ക് പോകണമെങ്കിൽ 17 കിലോമീറ്റർ, എയർപോർട്ടിലേക്ക് 25 കിലോമീറ്റർ, തൃപ്പൂണിത്തുറ ഭാഗത്തേക്കാണെങ്കിലും 12 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ ഈസി ആയിട്ട് എത്താം. 3.5 സെന്റിൽ 1400 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകളോട് കൂടിയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 2018ലെയും 19ലെയും ആ ഫ്ലഡ് എഫക്ട് വന്ന സമയത്ത് അത് ബാധിക്കാത്തൊരു ഏരിയയാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, നല്ല ഹൈറ്റിലാണ് വീടിരിക്കുന്നത്. കിണർ വെള്ളമുണ്ട്, പൈപ്പ് വെള്ളത്തിന് ഓപ്ഷൻ ഉണ്ട്. 52 ലക്ഷം രൂപ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, നല്ലൊരു പ്രൈസ് ആണ്. ആ ഒരു റേറ്റിൽ നമുക്ക് വീടുകൾ വളരെ കുറവാണ്. അതും എളുപ്പത്തിൽ എത്തിപ്പെടാവുന്ന സ്ഥലത്താണ്, റോഡിനടുത്തായിട്ടുമാണ്. വീടിന്റെ എലിവേഷൻ നോക്കുവാണെങ്കിൽ സിമ്പിൾ ആണ്. വൈറ്റ് കളർ പെയിന്റ് ആണ്. പ്രൊജക്ഷൻ വരുന്ന ഭാഗങ്ങൾ ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. മുകളിൽ ആ ഒരു ബാൽക്കണിയുടെ പോർഷന്റെ റൈറ്റ് സൈഡിലൊക്കെ നോക്കിയാൽ ഗ്ലാസിന്റെ ഡോർ വരുന്നുണ്ട്. ക്ലാഡിംഗ് സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. മതിൽ സിമ്പിൾ ഡിസൈൻ ആണ് വരുന്നത്. ഗേറ്റ് നോക്കുവാണെങ്കിൽ ഗ്രീൻ കളറിൽ ഒരു സൈഡ് വന്നിട്ട് സ്ലൈഡിങ്ങും മറ്റേ സൈഡ് ഓപ്പോസിറ്റ് വന്നിട്ട് ഫോൾഡിംഗ് മെത്തേഡിലുമാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഗേറ്റ് തുറന്നാൽ നമ്മൾ നേരെ കടന്നു വരുന്നത് ഇവിടുത്തെ കാർ പോർച്ചിലേക്കാണ്. ഫ്ലോറിൽ നോക്കുവാണെങ്കിൽ സ്റ്റോൺസ് വിരിച്ചിട്ട് ഗ്രാസും കൊടുത്തിട്ടുണ്ട്. കാർ പോർച്ച് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ കാറിനെ കവർ ചെയ്യുന്ന രീതിയിലാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. ഒരു കാറിനുള്ള പാർക്കിംഗ് സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. റൂഫിലൊക്കെ നോക്കിയാൽ സിലിണ്ടറിക്കൽ ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഒരു കാർ പാർക്ക് ചെയ്യാം. 2 വീലേഴ്സ് ഒക്കെ വെക്കാനായിട്ട് ഈ ഭാഗത്താണ് സ്പേസ് കിട്ടുന്നത്. വീടിനകത്തേക്ക് എൻ്റർ ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡിൽ നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് 2 വീലേഴ്സിനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ട് നിങ്ങൾക്ക് കിണർ കാണാം. കിണർ വെള്ളമാണ് നമുക്ക് ഇവിടെ വെള്ളത്തിനുള്ള സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യാവുന്നത്. മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് KWയുടെ വാട്ടർ ആണ്. മീറ്റർ കാര്യങ്ങളെല്ലാം റെഡിയാണ്. കണക്ഷൻ മാത്രം നമുക്ക് അപ്ലൈ ചെയ്താൽ മതി. വീടിന്റെ ലെഫ്റ്റ് സൈഡ് നോക്കുവാണെങ്കിൽ മെറ്റൽ ചിപ്പാണ് വിരിച്ചിരിക്കുന്നത്. സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. വീടിന്റെ ബാക്ക് സൈഡിലൂടെയും കടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ട് മെറ്റൽ ചിപ്പാണ് വിരിച്ചിരിക്കുന്നത്. വീടിനെ ഫേസ് ചെയ്ത് നിൽക്കുമ്പോൾ റൈറ്റ് സൈഡിലൂടെ പോകുമ്പോൾ അവിടെയായിട്ടാണ് വാട്ടറിന്റെ മീറ്റർ വരുന്നത്. റൈറ്റ് സൈഡ് നോക്കുവാണെങ്കിലും ഒരു പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു സ്റ്റോൺസ് തന്നെയാണ്. അതിനെ കണ്ടിന്യൂ ചെയ്ത് വർക്ക് ഏരിയയ്ക്ക് ആയിട്ടുള്ള ഫ്ലോർ ചെയ്തിട്ടിട്ടുണ്ട്. നമുക്ക് വർക്ക് ഏരിയ ചെയ്യാൻ നല്ലൊരു സ്പേസ് ഉണ്ട്. കിച്ചൺ ഈ ഭാഗത്താണ് വരുന്നത്. സിറ്റ് ഔട്ട് നോക്കുവാണെങ്കിൽ നല്ല നീളവും വീതിയൊക്കെ ഉണ്ട്. 3 ചെയറുകൾ വരെ പ്ലേസ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് തിരിച്ചിരിക്കുന്നത്. മെയിൻ ഡോർ ഈ കാണുന്നതാണ്. ഒറ്റപ്പാളിയിൽ സിമ്പിൾ ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. ഈസ്റ്റ് ഫേസിംഗ് ആണ്. കിഴക്കോട്ടാണ് മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. മെയിൻ ഡോർ തുറന്നാൽ നമ്മൾ നേരെ വരുന്നത് ലിവിംഗ് സ്പേസിലേക്കാണ്. ഫ്ലോർ ടൈലുകൾ നോക്കുവാണെങ്കിൽ ഓഫ് വൈറ്റ് ഷെയ്ഡാണ്. ചെറിയൊരു ബ്രൗൺ ഡിസൈൻ കൂടി അതിനകത്ത് വരുന്നുണ്ട്. നേരെ നമ്മൾ റൂമിനകത്തേക്ക് എൻട്രി ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡ് നോക്കുവാണെങ്കിൽ 3 വിൻഡോസ് അവിടെയും ബാക്കി സ്ട്രൈറ്റ് ആയിട്ട് 3 വിൻഡോസ് ഇവിടെയാണ് വരുന്നത്. നല്ല നീളത്തിലും വീതിയിലുമാണ് ലിവിംഗ് സ്പേസ് ചെയ്തിരിക്കുന്നത്. 13 അടി നീളവും 11 അടി വീതിയുമാണ് വരുന്നത്. TV വെക്കാനായിട്ട് ഇവിടെയാണ് അറേഞ്ച്മെന്റ് കൊടുത്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ഭംഗിയുള്ള ഡിസൈനുകളാണ്. താഴെയൊക്കെ ആണെങ്കിൽ ഡ്രോ ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. നേരെ റൂഫിൽ നോക്കുവാണെങ്കിൽ സിമ്പിൾ ഡിസൈൻ ആണെങ്കിലും ഭംഗിയുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ ധാരാളം കൊടുത്തിട്ടുണ്ട്. നമുക്ക് TV വെച്ചിരിക്കുന്ന യൂണിറ്റിന്റെ നേരെ ബാക്ക് സൈഡ് വരുന്നത് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ്. അതുകൊണ്ട് തന്നെ TV യൂണിറ്റിന്റെ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻവെർട്ടർ ഒക്കെ വെക്കാനായിട്ട് അവിടെ ഒരു കബോർഡ് ഫെസിലിറ്റി കൂടി കിട്ടുന്നുണ്ട്. ലിവിംഗ് സ്പേസ് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് ഡൈനിങ്ങിലേക്കാണ്. ഡൈനിങ് സ്പേസ് അത്യാവശ്യം നന്നായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. 13 അടി നീളവും 9 അടി വീതിയുമാണ് ഡൈനിങ് സ്പേസിന് കിട്ടുന്നത്. നമുക്ക് ഏകദേശം ഒരു 7 പേര് 8 പേരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. സ്ട്രൈറ്റ് 3 വിൻഡോസും റൈറ്റ് സൈഡിലായിട്ട് ബാക്കിയുള്ള വിൻഡോസുമാണ് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിലേക്ക് സ്ട്രൈറ്റ് വരുമ്പോൾ തന്നെ വാഷ് ഏരിയ കാണാൻ പറ്റുന്നുണ്ട്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് വെച്ചിരിക്കുന്നത്. താഴെ കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഭംഗിയായിട്ട് വൈറ്റ് ആൻഡ് ഗോൾഡ് ഡിസൈൻ വരുന്ന ഒരു വുഡ് ബീഡ്സിലാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിന്റെ സൈഡിലുള്ള ഭാഗത്തൊക്കെ CNC കട്ടിംഗ് ആണ് വരുന്നത്. നേരെ റൂഫിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ട് വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട്. മിഡിൽ പോർഷനിലൊക്കെ പാനലിംഗ് വർക്കുകളും LED ലൈറ്റുകളും ഒക്കെ ഭംഗിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് കിച്ചൺ വരുന്നത്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിച്ചന്റെ സ്ഥാനം. എൻട്രൻസ് നല്ല സിമ്പിൾ ആയ ഡിസൈനിലും സ്റ്റാൻഡേർഡ് ആയിട്ടൊക്കെയാണ് ചെയ്തിരിക്കുന്നത്.
ആ കൗണ്ടർ ടോപ്പ് പോർഷന്റെ താഴെയൊക്കെ നോക്കുവാണെങ്കിൽ ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. മുകളിൽ 2 ഹാങ്ങിങ് ലൈറ്റും ആണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണിലെ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റ് വുഡിന്റെ ഡിസൈനും കളറും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. 3 വിൻഡോസ് വരുന്നുണ്ട്. സറൗണ്ടിങ് ഏരിയാസിലൊക്കെ വൈറ്റ് ടൈലാണ്. വിൻഡോയുടെ അടുത്തായിട്ട് സിങ്കും പൈപ്പ് കണക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. കൗണ്ടർ ടോപ്പ് പോർഷൻ ഒക്കെ നോക്കുവാണെങ്കിൽ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. നമുക്കൊരു 4 പേർക്ക് വരെയൊക്കെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാവുന്ന സ്പേസ് കിട്ടുന്നുണ്ട്. കിച്ചന്റെ റൈറ്റ് സൈഡിലായിട്ടുള്ള ഡോറ് പുറത്തേക്ക് ഓപ്പൺ ചെയ്യാനുള്ളതാണ്. അവിടെ വർക്ക് ഏരിയയ്ക്കായിട്ടുള്ള ഫ്ലോർ ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ വർക്ക് ഏരിയ ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് ഇവിടെ താഴെ ഒരു ബെഡ്റൂം ആണ് കിട്ടുന്നത്. ബെഡ്റൂമിലേക്ക് പോകുന്ന വഴിക്ക് ഈ ഭാഗത്താണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നത്. ബെഡ്റൂമിനകത്തേക്ക് വരുന്ന സമയത്ത് ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 12 അടി നീളവും 12 അടി വീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. ചുറ്റിനും നിങ്ങൾക്ക് വിൻഡോസ് കാണാൻ പറ്റുന്നുണ്ട്. നേരെ റൂഫിലേക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഭംഗിയുള്ള ഡിസൈൻ വരുന്നുണ്ട്. ആവശ്യത്തിന് ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് വാർഡ്രോബുകൾ വരുന്നത്. ഡ്രസ്സിംഗ് ടേബിൾ കൂടി അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈനും കളറൊക്കെയാണ് വാർഡ്രോബുകൾക്കായിട്ട് കൊടുത്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ബാത്റൂമിനകത്ത് വൈറ്റ് കളർ ടൈലാണ്. ചെറിയൊരു ബ്രൗൺ ഡിസൈൻ കൂടി അതിനകത്ത് വരുന്നുണ്ട്. വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മൾ ഇവിടെ എത്തി നിൽക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡ് റെയിൽസ് ഇവിടെ വരെയാണ് വന്ന് എൻഡ് ചെയ്യുന്നത്. ഇവിടെയായിട്ട് നമുക്ക് ടഫിന്റെ ഗ്ലാസ് ഇട്ടിരിക്കുന്നത് കൊണ്ട് നല്ല രീതിയിൽ വെളിച്ചം അകത്തേക്ക് വരുന്നുണ്ട്. കടന്നു വന്ന വഴിയിലുള്ള റൂഫ് നോക്കുവാണെങ്കിൽ കുറച്ച് പ്രൊജക്ഷൻ വരുന്നുണ്ട്. അവിടെ എല്ലാം തന്നെ LED ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റെപ്പ് കയറി വന്നത്. സ്റ്റെപ്പിന്റെ ആദ്യം ഒരു പാസേജ് ആണ്. ഇവിടെയായിട്ട് നമുക്കൊരു ഡോറ് കിട്ടുന്നുണ്ട്. അത് വന്നിട്ട് ഇവിടുത്തെ ബാൽക്കണിയിലേക്കുള്ള ഡോറാണ്. അത്യാവശ്യത്തിന് വലുപ്പമുള്ളൊരു ബാൽക്കണി തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡ് റെയിൽസ് ആണ് കംപ്ലീറ്റ് കൊടുത്തിരിക്കുന്നത്. ടഫിന്റെ ഗ്ലാസ് ഇട്ട് കവർ ചെയ്തിട്ടുണ്ട്. റൂഫിലാണെങ്കിലും നല്ല വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് വരുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങളൊന്ന് സറൗണ്ടിങ് ഏരിയാസ് നോക്കിക്കോളൂ. എല്ലായിടത്തും തന്നെ ധാരാളം വീടുകളുണ്ട്. എല്ലാ വീടുകളിലും ആളുകൾ താമസമായതുമാണ്. ഫസ്റ്റ് ഫ്ലോറിൽ നിൽക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ കണ്ടത് ബാൽക്കണിയാണ്. അവിടെ നിന്ന് നേരെ കണ്ടിന്യൂ ചെയ്ത് വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. നല്ലൊരു ഏരിയ തന്നെ അപ്പർ ലിവിംഗ് സ്പേസിനായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. TV ഒക്കെ വെക്കാനായിട്ട് ഈ വോള് നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെയായിട്ട് 3 വിൻഡോസ് വരുന്നുണ്ട്. റൂഫ് നോക്കുകയാണെന്നുണ്ടെങ്കിലും സിമ്പിൾ ആയിട്ടാണെങ്കിലും വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ ആവശ്യത്തിന് തന്നെ കൊടുത്തിട്ടുണ്ട്. താഴെ ഒരു ബെഡ്റൂം കണ്ടു. മുകളിൽ നമുക്ക് 2 ബെഡ്റൂമുകൾ കാണാനുണ്ട്. ടോട്ടലി നോക്കുവാണെങ്കിൽ രണ്ടാമത്തെ ബെഡ്റൂം ഇവിടെയാണ് വരുന്നത്. അത്യാവശ്യത്തിന് നല്ല വലുപ്പം കൊടുത്തിട്ട് തന്നെയാണ് ഈ ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. 14 അടി നീളവും 10 അടി വീതിയുമാണ് വരുന്നത്. ഇവിടെയായിട്ടാണ് വാർഡ്രോബുകൾ വരുന്നത്. അതിന്റെ കൂടെ ഡ്രസ്സിംഗ് ടേബിൾ കൂടി ചെയ്തിട്ടുണ്ട്. താഴെ കണ്ട അതേ ഡിസൈൻ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. റൂഫിലാണെങ്കിൽ മിഡിൽ പോർഷനിൽ ചെറിയ പ്രൊജക്ഷൻ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്കൊരു ഡോറ് വരുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇതൊരു സ്ലൈഡിംഗ് ഡോർ ആണ് ആക്ച്വലി ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഡോറ് ഗ്ലാസ് ആണ്. ഇത് തുറന്നു കഴിഞ്ഞാൽ പുറത്ത് നമുക്ക് നല്ലൊരു ബാൽക്കണി കിട്ടുന്നുണ്ട്. ഹാൻഡ് റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വീടിന്റെ പുറത്തേക്കുള്ള ആ ഒരു റോഡിന്റെ വ്യൂ ആണ് ഈ ഒരു ബാൽക്കണിയിൽ നിൽക്കുമ്പോൾ കിട്ടുന്നത്. രണ്ടാമത്തെ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓഫ് വൈറ്റ് ആൻഡ് ബ്രൗൺ കളർ കോമ്പിനേഷനിലാണ് ടൈലുകൾ കൊടുത്തിരിക്കുന്നത്. നല്ല ലെങ്തി ആയിട്ടുള്ളൊരു ബാത്റൂമാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ യൂട്ടിലിറ്റി ഏരിയ കാണാനുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. നല്ലൊരു ഏരിയ തന്നെ കിട്ടുന്നുണ്ട്. വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നത്. യൂട്ടിലിറ്റി സ്പേസിന്റെ റൂഫ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ കവർ ചെയ്തിട്ടുണ്ട്. ടെറസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. യൂട്ടിലിറ്റി ഏരിയയിൽ നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂം ആണ് കാണാനുള്ളത്. ഇവിടെയാണ് ലാസ്റ്റ് ബെഡ്റൂം വരുന്നത്. 12 അടി നീളവും 12 അടി വീതിയിലുമാണ് ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ചുറ്റിനും നമുക്ക് വിൻഡോസ് ഒരുപാട് കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ടാണ് വാർഡ്രോബുകൾ വരുന്നത്. ഇവിടെയും ഡ്രസ്സിംഗ് ടേബിൾ അതിന്റെ കൂടെ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. റൂഫിലാണെങ്കിലും വർക്കുകൾ വരുന്നുണ്ട്. ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഇവിടെയായിട്ടാണ്. വൈറ്റ് ഒരു ബ്രൗൺ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് ടൈലുകളെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. 3 ബാത്റൂമുകളും ആവശ്യത്തിന് സൗകര്യങ്ങൾ കൊടുത്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീട് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഞാൻ പറഞ്ഞു ഏകദേശം ഒരു 20ഓളം വില്ലകൾ വരുന്ന ഒരു വില്ല പ്രൊജക്ടിനകത്താണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് റോഡിന് വളരെ അടുത്തായിട്ടാണ്. എറണാകുളം ജില്ലയിലെ പള്ളിക്കരയ്ക്ക് അടുത്ത് പെരിങ്ങാല എന്നാണ് ഈ വീടിരിക്കുന്ന സ്ഥലത്തിന് പേര് പറയുന്നത്. നമുക്ക് പെരിങ്ങാല ജംഗ്ഷനിൽ നിന്ന് 1 കിലോമീറ്റർ ആണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. ഇൻഫോ പാർക്കിലേക്ക് വെറും 4.9 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇടപ്പള്ളി, കാക്കനാട്, ആലുവ, കളമശ്ശേരി എയർപോർട്ട് എല്ലായിടത്തേക്കും നമുക്ക് ഈസി ആക്സസ് ആണ്. നല്ലൊരു വില്ല പ്രൊജക്ട് ആണ്. ഈ ഒരു എമൗണ്ടിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വീട് ഇനി അങ്ങോട്ട് പോകുന്നവരും കിട്ടുക എന്നുള്ളത് ബുദ്ധിമുട്ട് തന്നെയാണ്. അതുകൊണ്ട് വീഡിയോ കണ്ടാൽ ഉടനെ തന്നെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കേണ്ടതാണ്. നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം. 3.5 ആണ് ലാൻഡ് അളവ് വരുന്നത്.
1400 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകളാണ് ഈ ഒരു വീടിനുള്ളത്. 3.5 സെന്റ് ഓഫ് ലാൻഡിൽ 1400 സ്ക്വയർ ഫീറ്റിൽ 3 BHK ആയിട്ട് ചെയ്തിരിക്കുന്ന ഈ വീട്ടിൽ കാർ പാർക്കിങ്ങിനുള്ള സ്പേസ് ഉണ്ട്, 2 വീലേഴ്സിനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്, കിണർ വെള്ളമുണ്ട്, പൈപ്പ് കണക്ഷനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. 52 ലക്ഷം രൂപ എന്നുള്ളത് നിങ്ങളുടെ ലാസ്റ്റ് പ്രൈസ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യേണ്ടതാണ്. 52 ലക്ഷം രൂപയ്ക്ക് ഇതുപോലുള്ള വില്ലകൾ ഇനി കിട്ടില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. 52 ലക്ഷം രൂപയാണ് പ്രൈസ്, മറക്കണ്ട. 52 lakhs. പെട്ടെന്ന് വിളിച്ചോളൂ, നമ്പറുകൾ സ്ക്രീനിൽ കാണാം. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.